രണ്ടുപേർ ചുംബിക്കുമ്പോൾ പുതിയൊരു ലോകം ജനിക്കുന്നു. പ്രശസ്ത മെക്സിക്കൻ കവി ഒക്ടാവിയോ പാസിന്റെ അതിപ്രശസ്തമായ വരികളാണിത്. അതേ വരികളുടെ ചുവട് പിടിച്ച് രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം തന്നെ മാറുന്നു എന്നും പറയാറുണ്ട്. എന്നാൽ രണ്ടുപേർ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയൊരു ലോകം പിറക്കുമോ? ലോകം അടിമുടി മാറി മറിയുമോ? ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നൊരു വിപ്ലവം പിറക്കാനിരിക്കുന്നുവെന്ന വാർത്തയാണ് പുതുതായി പുറത്തു വരുന്നത്. കമ്പ്യൂട്ടറിനും സ്മാർട്ട് ഫോണിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിപ്ലവത്തിനും ശേഷം മനുഷ്യരാശിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാനിരിക്കുന്ന പുതിയൊരു കണ്ടെത്തലിനെ കുറിച്ചാണ് ടെക് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ChatGPT വിപ്ലവം കൊണ്ടുവന്ന ഓപ്പൺ AI-യുടെ സാം ആൾട്ട്മാനും ഐഫോണിൻ്റെയും മാക്ബുക്കിൻ്റെയും ഡിസൈനർ ജോണി ഐവുമാണ് ഒന്നിച്ചിരിക്കുന്നവർ. മനുഷ്യജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന പുത്തൻ കണ്ടെത്തലിനുള്ള കൂലങ്കഷമായ ചിന്തകളിലും ചർച്ചകളിലുമാണവർ. ആൾട്ട്മാൻ്റെ ഓപ്പൺ AI-യും ജോണിയുടെ നേതൃത്വത്തിലുള്ള IO-യും ചേർന്ന് വലുതെന്തോ സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിൻ്റെ സൂചനകൾ നൽകിക്കഴിഞ്ഞു രണ്ടുപേരും. കഴിഞ്ഞ ദിവസം ഓപ്പൺ AI പുറത്തുവിട്ട ആ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇക്കഴിഞ്ഞ മെയ് 21-നാണ് സാം ആൾട്ട്മാൻ ഓപ്പൺ AI സ്റ്റാഫിന്റെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നത്. കമ്പനിയുടെ സുപ്രധാനമായ ചുവടുവെപ്പ് വിശദീകരിക്കാൻ വേണ്ടിയായിരുന്നു ആ യോഗം. ജോണി ഐവുമായി ചേർന്ന് കമ്പനി വികസിപ്പിക്കുന്ന ആ രഹസ്യ AI പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. 2024-ൽ ഐവി ആരംഭിച്ച IO എന്ന എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കമ്പനിയെ കഴിഞ്ഞ വർഷമാണ് ഇതേ ലക്ഷ്യത്തോടെ $6.5 ബില്യൺ നൽകി ഓപ്പൺ AI ഏറ്റെടുത്തത്. ഐവിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ലവ് ഫ്രം എന്ന ക്രിയേറ്റീവ് കളക്റ്റീവും പ്രോജക്റ്റിൽ സജീവമായുണ്ട്. ലോഞ്ചിങ്ങിന് മുൻപ് തന്നെ എതിരാളികൾ സമാനമായ ഫീച്ചറുകൾ കോപ്പിയടിച്ച് നേരത്തെ വിപണിയിലിറക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഡിവൈസിനെ കുറിച്ച് ഓപ്പൺ AI ഒരു സൂചനയും നൽകാത്തത് എന്നാണ് വിവരം. എന്നാൽ ഓപ്പൺ AI-യുടെ യോഗത്തിൽ പങ്കെടുത്ത സ്റ്റാഫ് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ദ വെർജ്, ഫ്യൂച്ചറിസം തുടങ്ങിയ അന്താരാഷ്ട്ര ടെക് പോർട്ടലുകൾ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഭാരം കുറഞ്ഞ പോക്കറ്റ് സൈസുള്ള ഒരു കൊച്ചു ഡിവൈസാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മൊബൈലും കമ്പ്യൂട്ടറും പോലെ കാണാൻ സ്ക്രീൻ ഉണ്ടാകില്ലെങ്കിലും ഉപയോക്താക്കളുടെ ചിന്തയും മനസ്സും വായിച്ചെടുക്കാനാകും. ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചനകൾ. കണ്ണട, ഹെഡ് ബാൻഡ്, ഇയർഫോൺ പോലെയൊരു ഡിവൈസ് ആകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് പുതിയൊരു മോഡലാകുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. അടുത്ത വർഷം തന്നെ പ്രൊഡക്റ്റിന്റെ ആദ്യ മോഡൽ വെളിച്ചം കാണുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സാം ആൾട്ട്മാനും ചില ഫീച്ചറുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യൂസർമാരുടെ ജീവിതത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും പൂർണ്ണമായി അവബോധമുള്ള ഉപകരണമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ChatGPT-യാണ് അതിവേഗത്തിൽ 100 മില്യൺ യൂസർമാരെ സ്വന്തമാക്കിയ ടെക് പ്രൊഡക്റ്റ്. പുതിയ ഡിവൈസ് ഈ റെക്കോർഡും മറികടക്കുമെന്നാണ് ഓപ്പൺ AI CEO-യുടെ പ്രവചനം. ഫോണിന് സമാനമായ എന്തോ ആണ് ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അക്കാര്യം ആൾട്ട്മാൻ നിഷേധിച്ചിട്ടുണ്ട്. കണ്ണടയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ദ വെർജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പൺ AI പുറത്തുവിട്ട വീഡിയോയിലും സാം ആൾട്ട്മാനും ജോണി ഐവും എങ്ങനെയാണ് പ്രൊജക്റ്റിലേക്ക് എത്തിയതെന്നും രണ്ടുപേരും എങ്ങനെ ഒന്നിച്ചു എന്നതെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. ആൾട്ട്മാൻ കൂടുതൽ വിശദാംശങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് വീഡിയോയിൽ. അതിങ്ങനെയാണ്: AI ഉപയോഗിച്ച് എല്ലാം സൃഷ്ടിക്കാനാകുന്ന ഒരു കൂട്ടം ഡിവൈസുകൾ നിർമ്മിക്കുക എന്ന ദൗത്യത്തോടെയാണ് ചർച്ചകൾ ആരംഭിച്ചത്. ഐഫോൺ, മാക്ബുക്ക് പോലെയുള്ള ഒരാൾക്കും കവച്ചു വയ്ക്കാനാകാത്ത വിസ്മയിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്തയാളാണ് ജോണി. അടുത്തിടെ ജോണി എനിക്കൊരു ഡിവൈസിന്റെ പ്രോട്ടോടൈപ്പ് രൂപം കാണിച്ചു തന്നു. നമുക്ക് ഒപ്പം കൊണ്ടു നടക്കാനാവുന്ന ഒരു ഉപകരണമാണത്. ലോകം ഇതുവരെ കണ്ട ഏറ്റവും മനോഹരമായ ടെക്നോളജി. അങ്ങനെ നീളുന്നുണ്ട് ആ വിശദീകരണം. ഇപ്പോൾ എനിക്ക് ChatGPT-യോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ലാപ്ടോപ്പ് തുറക്കണം, വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യണം, ടൈപ്പ് ചെയ്യണം, ഓരോന്നും വിശദീകരിച്ചു കൊടുക്കണം, എന്നിട്ട് എൻ്റർ അടിച്ച് ഉത്തരത്തിനായി കാത്തിരിക്കണം. അതാണ് ഇപ്പോഴുള്ള ലാപ്ടോപ്പിൻ്റെ ഒരു പരിമിതി. ഇതിലും മികച്ച സംഗതികൾ ടെക്നോളജി അർഹിക്കുന്നുണ്ട്. മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്നും എവിടെ എത്തുമെന്ന് അറിയില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കുമിടയിൽ സമാനമായ ശക്തമായ വിഷൻ ഉണ്ടായിരുന്നു. എന്താണ് ടെക്നോളജി, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നൊക്കെയുള്ള ഒരുപോലെയുള്ള കാഴ്ചപ്പാടുകൾ. അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത്, സാം ആൾട്ട്മാൻ വെളിപ്പെടുത്തുന്നു. ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കാനായി നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെന്നാണ് ഐവ് ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും ഈ പഴക്കമേറിയ ഉൽപ്പന്നങ്ങൾക്കപ്പുറമുള്ള സംഗതികളെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു. നമ്മെ തന്നെ കൂടുതൽ മികച്ചവരാക്കാൻ സഹായിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജിയുടെ തൊട്ടരികിലാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്നും പറയുന്നുണ്ട് ജോണി ഐവ്.